ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഒരുപാട് പുരാതന നിർമ്മിതികൾ ഇന്നും നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അത്തരത്തിലുള്ള ഭൂമിയിലെ ചില വിചിത്ര പുരാതന നിർമ്മിതികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം. ദ ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സുട്ട്, ഈജിപ്റ്റ്. ഈജിപ്തിലെ ലക്സറിനടുത്തായി നൈൽ നദിയുടെ പടിഞ്ഞാറ് തീരത്താണ് ഹാറ്റ്ഷെപ്സുട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. BCE 15-ാം നൂറ്റാണ്ടിൽ ഹാറ്റ്ഷെപ്സുട്ട് എന്ന ഫറവോയുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. വളരെ വലിയ രൂപവും മനോഹരമായ ഡിസൈനും ഒത്തുചേരുന്ന ഈ ക്ഷേത്രം എഞ്ചിനീയറിംഗിലെ ഒരു അത്ഭുതമാണ്. തീബൻ മലനിരകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റ് ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിന്റെ ഡിസൈൻ വളരെ വ്യത്യസ്തമാണ്. വലിയ റാമ്പുകൾ വഴി ബന്ധിപ്പിച്ചിട്ടുള്ള 3 തട്ടുകളായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ തട്ടിലും നീളമുള്ള കൽത്തൂണുകൾ നിരയായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മലഞ്ചെരിവിൽ ഈ വലിയ തൂണുകളും മേൽക്കൂരയും ഉറപ്പിച്ചു നിർത്താൻ വളരെ കൃത്യമായ എഞ്ചിനീയറിംഗ് വേണ്ടിവന്നു. 30 മീറ്റർ വരെ വീതിയുള്ള ഈ തട്ടുകൾ നിർമ്മിച്ചത് കാണുമ്പോൾ അന്നത്തെ ആളുകളുടെ അധ്വാനശേഷി നമുക്ക് മനസ്സിലാവും. ഭിത്തിയിലെ കൊത്തുപണകളിൽ ഹാറ്റ്ഷെപ്സുട്ടിന്റെ ജനനത്തെക്കുറിച്ചും പുണ്ട് എന്ന സ്ഥലത്തേക്ക് നടത്തിയ വ്യാപാരയാത്രയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയമായ കഥകളുമൊക്കെ വളരെ കൃത്യമായാണ് ഇതിൽ കൊത്തിവച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ തയ്യാറാക്കാൻ നല്ല എഞ്ചിനീയറിംഗ് അറിവും കലാപരമായ കാഴ്ചപ്പാടും ആവശ്യമായിരുന്നു. വലിയ ഭിത്തികൾ പണിതാണ് ഓരോ തട്ടും നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് വന്ന പലരും ഹാറ്റ്ഷെപ്സുട്ടിന്റെ അടയാളങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ക്ഷേത്രം ഇന്നും ബാക്കിയുണ്ട്. ദ ഗ്രേറ്റ് ബാത്ത് ഓഫ് മൊഹൻജോദാരോ, പാകിസ്ഥാൻ. സിന്ധു നദീതട നാഗരികതയിലെ മൊഹൻജോദാരോയിൽ അക്കാലത്ത് കാണാത്ത രീതിയിലുള്ള ഒരു നിർമ്മിതിയുണ്ട്. ഇതിനെ ഗ്രേറ്റ് ബാത്ത് എന്നാണ് വിളിക്കുന്നത്. BCE 2500 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ പബ്ലിക് വാട്ടർ ടാങ്കുകളിൽ ഒന്നാണ്. കാണുമ്പോൾ വെറുമൊരു ഇഷ്ടികക്കുളം പോലെ തോന്നിയെങ്കിലും ഇതിന്റെ പ്ലാനിംഗ് അതിശയിപ്പിക്കുന്നതാണ്. 12 മീറ്റർ നീളവും 7 മീറ്റർ വീതിയും 2.4 മീറ്റർ ആഴവുമുള്ള ഇതിലേക്ക് ഇറങ്ങാൻ പടികളുണ്ട്. കളിമണ്ണിനേക്കാൾ ബലമുള്ള ജിപ്സം ഉപയോഗിച്ചാണ് ഇതിലെ ഇഷ്ടികകൾ ഉറപ്പിച്ചിരിക്കുന്നത്. വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ ബിറ്റുമിൻ എന്ന പ്രകൃതിദത്തമായ ടാർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുളത്തിനു ചുറ്റും വരാന്തകളും മുറികളുമുണ്ട്. വെറും കുളിക്കാനായി മാത്രമല്ല, മതപരമായ ചടങ്ങുകൾക്കും കൂടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. ഇതിനെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നത് നഗരത്തിലെ ഡ്രെയിനേജ് സിസ്റ്റവുമായി ഇതിനുള്ള ബന്ധമാണ്. അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം നിറയ്ക്കാനും ഉപയോഗിച്ച വെള്ളം അഴുക്കുചാലുകളിലേക്ക് വിടാനും ഇവിടെ സൗകര്യമുണ്ടായിരുന്നു. അതായത് ആ നിർമ്മിതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നഗരം മുഴുവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവർ പ്ലാൻ ചെയ്തിരുന്നു. ഈജിപ്തിലെ പോലെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളോ മറ്റ് അടയാളങ്ങളും ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുവായ കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്. സിന്ധു നദീതട നാഗരികതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ ഗ്രേറ്റ് ബാത്ത്. 4000 വർഷങ്ങൾക്ക് ശേഷവും ഇത് നശിക്കാതെ നിൽക്കുന്നത് അന്നത്തെ ആളുകളുടെ മിടുക്കാണ് കാണിക്കുന്നത്. ദ ട്രഷറി ഓഫ് അട്രിയസ്, ഗ്രീസ്. ഗ്രീസിലെ മൈസീനി എന്ന സ്ഥലത്ത് അതിശയകരമായ ഒരു നിർമ്മിതിയുണ്ട്. ട്രഷറി ഓഫ് അട്രിയസ്. BCE 1250 നിർമ്മിച്ച ഈ ശവകുടീരം ഇന്നും കേടുകൂടാതെ നിൽക്കുന്നു. ആർച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒന്നുമില്ലാത്ത കാലത്ത് ഇത്ര കൃത്യതയോടെ ഇത് നിർമ്മിച്ചത് വലിയൊരു കാര്യമാണ്. 36 മീറ്റർ നീളമുള്ളൊരു ഇടനാഴിയും അതിനപ്പുറം വലിയൊരു ഹാളും ഇവിടെയുണ്ട്. ഇതിന്റെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന കല്ലിന് 100 ടണ്ണിന് മുകളിൽ ഭാരമുണ്ട്. ഈ ഹാളിന് 13 മീറ്റർ ഉയരവും 14 മീറ്റർ വീതിയുമുണ്ട്. ഓരോ കല്ലും പാളികളായി അടുക്കി വെച്ചാണ് ഇതിന്റെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. റോമിലെ പന്തിയോൺ നിർമ്മിക്കുന്നതുവരെ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഡോം. ഒരു വലിയ രാജാവിനെ അടക്കം ചെയ്ത സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയും വലിയൊരു കാര്യം നിർമ്മിക്കാൻ ഒരുപാട് ആളുകളുടെ അധ്വാനം വേണ്ടിവന്നു. ഇന്നും പ്രഭവത്തിയോടെ നിൽക്കുന്ന ഈ ശവകുടീരം പുരാതന കാലത്തെ എഞ്ചിനീയറിംഗിന്റെ ഉത്തമ ഉദാഹരണമാണ്. ദ പോൺ ഡ്യൂ ഗാർഡ് അക്വഡക്റ്റ്, ഫ്രാൻസ്. ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്ത് റോമൻ കാലഘട്ടത്തിലെ അതിശയിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. അതാണ് പോൺ ഡ്യൂ ഗാർഡ്. 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പാലം വെള്ളം കൊണ്ടുപോകാനാണ് ഉപയോഗിച്ചിരുന്നത്. ഗാർഡൻ നദിക്ക് കുറുകെ 50 കിലോമീറ്റർ നീളമുള്ള അക്വഡക്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു ഈ പാലം. 50 മീറ്ററോളം ഉയരമുള്ള ഈ പാലം റോമൻ നിർമ്മിതികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 6 ടണ്ണോളം ഭാരമുള്ള വലിയ കല്ലുകൾ സിമെന്റോ മണ്ണോ ഇല്ലാതെയാണ് അവർ അടുക്കി വെച്ചിരിക്കുന്നത്. 3 തട്ടുകളായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടിയിൽ 6 ആർച്ചുകളും നടുവിൽ 11ഉം മുകളിൽ 35 ആർച്ചുകളും വീതമുണ്ട്. 50 കിലോമീറ്റർ ദൂരം വെള്ളം ഒഴുകി വരാൻ അവർ പാലത്തിന് വളരെ ചെറിയ ചരിവ് മാത്രമാണ് നൽകിയത്. ലോക പൈതൃക പട്ടികയിലുള്ള ഈ പാലം റോമൻ ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗിന്റെ തെളിവാണ്. കൃത്യമായി പ്ലാൻ ചെയ്താൽ അത് നൂറ്റാണ്ടുകളോളം നശിക്കാതെ നിൽക്കുമെന്ന് ഇത് തെളിയിക്കുന്നു. ദി ഫോർട്രസ് ഓഫ് സാക്സെഹുവാൻ, പെറു. ഇൻക സാമ്രാജ്യത്തിന്റെ പഴയ തലസ്ഥാനമായ കുസ്കോയുടെ വടക്കേയറ്റത്താണ്
കൊളംബിയൻ കാലഘട്ടത്തിന് മുമ്പുള്ള അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സാക്സെഹുവാൻ കോട്ട ഇൻകാക്കാരുടെ കല്ലുപണിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആദ്യനോർഗത്തിൽ കല്ലുകൾ വളഞ്ഞുപുളഞ്ഞ രീതിയിൽ അടുക്കി വച്ചിരിക്കുന്നത് വെറും ഭംഗിക്ക് വേണ്ടാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഇതിന്റെ പിന്നിൽ വലിയ ബുദ്ധിയുണ്ട്. സിമെന്റോ മണ്ണോ ഇല്ലാതെ കൂറ്റൻ കല്ലുകൾ ചേർത്ത് വച്ചിരിക്കുന്നതും ഇതിന്റെ തട്ടുകളും കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 100 ടണ്ണിലധികം ഭാരമുള്ളതും 8 മീറ്ററിലധികം ഉയരമുള്ളതുമായ വലിയ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 400 മീറ്റർ നീളത്തിൽ 3 പാളികളായാണ് ഇതിന്റെ മതിലുകൾ പണിതിരിക്കുന്നത്. ഈ മതിലുകൾ പല കോണുകളുള്ള കല്ലുകൾ ചേർത്ത് വളഞ്ഞുപുളഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. ഇത്രയും വലിയ കല്ലുകളാണെങ്കിലും അവ തമ്മിൽ അത്ര കൃത്യമായാണ് ചേർന്നിരിക്കുന്നത്. സാക്സെഹുവാൻ വെറുമൊരു കോട്ട മാത്രമായിരുന്നില്ല, അതൊരു ആരാധനാ കേന്ദ്രവും സാമ്രാജ്യത്തിന്റെ ശക്തി കാണിക്കാനുള്ള ഒരിടവും കൂടിയായിരുന്നു. ഇന്നതിന്റെ അടിത്തറ മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിലും പണ്ടിത് പല നിലകളുള്ള കെട്ടിടങ്ങളായിരുന്നുവെന്ന് സ്പാനിഷ് രേഖകൾ പറയുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പടയാളികൾ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ വലിപ്പം കണ്ട് അന്തം വിട്ടുപോയിട്ടുണ്ട്. തങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിർമ്മാണ വിദ്യയാണിതെന്ന് അവർ എഴുതി വച്ചിട്ടുണ്ട്. കുസ്കോ എപ്പോഴും ഭൂകമ്പമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. 1650-ലും 1950-ലും വലിയ ഭൂകമ്പങ്ങളുണ്ടായപ്പോൾ സ്പാനിഷ് കെട്ടിടങ്ങൾ തകർന്നു വീണെങ്കിലും ഇൻകാ മതിലുകൾക്കൊന്നും പറ്റിയില്ല. ഇന്നിതൊരു യുനെസ്കോ പൈതൃക കേന്ദ്രമാണ്. ദി ലോങ് മെൻ ഗ്രോട്ടോസ്, ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിൽ ലോയാങ്ങിനടുത്തുള്ള ഈ പുഴയുടെ അരികിലുള്ള പാറക്കെട്ടുകളിലാണ് ലോങ് മെൻ ഗുഹകളുള്ളത്. ഏകദേശം 4000 വർഷമെടുത്താണ് ഇത് കൊത്തിയെടുത്തത്. ഇവിടെ 2300-ലധികം ഗുഹകളും 1,00,000-ലധികം ബുദ്ധപ്രതിമകളുമുണ്ട്. കടിപ്പമേറിയ പാറയിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തത് കാണുമ്പോൾ പണ്ടത്തെ ചൈനക്കാരുടെ കഴിവ് നമുക്ക് മനസ്സിലാകും. പുരാതന കാലത്തെ രാജകുടുംബങ്ങളാണ് ആദ്യത്തെ ഗുഹകൾ പണിയിച്ചത്. സിൽക്ക് റോഡ് വഴി വന്ന ഇന്ത്യയിലെയും മധ്യ ഏഷ്യയിലെയും കലകളുടെ സ്വാധീനം ഈ പ്രതിമകളിൽ കാണാം. ഇതിന്റെ സങ്കീർണതയെന്നത് പ്രതിമകളുടെ എണ്ണം മാത്രമല്ല, ഓരോന്നിന്റെയും വലിപ്പവും അത് ചെയ്ത രീതിയും കൂടിയാണ്. ഏതാനും സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള പ്രതിമകൾ മുതൽ 17 മീറ്റർ ഉയരമുള്ള പ്രതിമകൾ വരെ ഇവിടെയുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ പണിയിച്ച വൈരോജൻ ബുദ്ധന്റെ പ്രതിമയാണ് ഇതിൽ ഏറ്റവും പ്രശസ്തം. ഈ 17 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമയുടെ മുഖത്തിന് മാത്രം 4 മീറ്ററിലധികം നീളമുണ്ട്. ഇതിനു ചുറ്റും മറ്റ് ശിഷ്യന്മാരുടെ പ്രതിമകളും കാണാം. ചുണ്ണാമ്പുകല്ലിൽ കൊത്തിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. പാറയുടെ ബലം പോകാതിരിക്കാൻ കലാകാരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുഴയ്ക്ക് മുകളിൽ വലിയ ഏണികളും പ്ലാറ്റ്ഫോമുകളും കെട്ടിയാണ് കലാകാരന്മാർ ഇത് ചെയ്തത്. പാറയുടെ ബലം പോകാതിരിക്കാൻ വേണ്ട തൂണുകളും ബീമുകളും അവർ പാറയിൽ തന്നെ കൊത്തിയെടുത്തു. ഇവിടെ കൊത്തിവച്ചിട്ടുള്ള 2800-ലധികം എഴുത്തുകൾ നമുക്ക് ഒരുപാട് വിവരങ്ങൾ നൽകുന്നുണ്ട്. ചൈനയിലെ ഒരേയൊരു പെൺ ചക്രവർത്തിയായ വൂസേദിയൻ ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചൈനീസ് ബുദ്ധകലകളുടെ മാറ്റം ഈ ഗുഹകളിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഓരോ കാലഘട്ടത്തിലെയും രാജന്മാരുടെ താൽപ്പര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നൂറ്റാണ്ടുകൾ നീണ്ട ഭക്തിയുടെയും കഴിവിൻ്റെയും അടയാളമാണ് ഈ ഗുഹകൾ. ഒരാളോ അല്ലെങ്കിൽ ഒരു രാജവംശമോ അല്ല, ഒരുപാട് ആളുകൾ വർഷങ്ങളോളം ചെയ്ത കഠിനാധ്വാനമാണിത്. ഇന്ന് ചൈനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്ന ഒരു സ്ഥലമാണിത്. പണ്ടത്തെ കലാകാരന്മാരുടെ കഴിവിനെക്കുറിച്ചും സമൂഹത്തിൽ ബുദ്ധമതത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും ഈ ഗുഹകൾ ഇന്നും പറഞ്ഞു തരുന്നു. ബോറോബുദൂർ, ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലാണ് ബോറോബുദൂർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രവും പണ്ടത്തെ അതിസങ്കീർണമായ നിർമ്മിതികളിൽ ഒന്നുമാണ്. 8-ഉം 9-ാം നൂറ്റാണ്ടുകളിൽ പണിയിച്ച ഈ ക്ഷേത്രം വിശ്വാസവും എഞ്ചിനീയറിംഗ് മിടുക്കും ഒത്തുചേർന്ന ഒന്നാണ്. ഏകദേശം 123 മീറ്റർ നീളവും 35 മീറ്റർ ഉയരവുമുള്ള ഈ ക്ഷേത്രം വലിയൊരു പിരമിഡ് പോലെയാണ് ഇരിക്കുന്നത്. 9 തട്ടുകളായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ചതുരാകൃതിയിലുള്ള 6 തട്ടുകളും മുകളിൽ വട്ടത്തിലുള്ള 3 തട്ടുകളുമുണ്ട്. ഓരോ തട്ടും ഓരോ ആത്മീയ ലയയെ സൂചിപ്പിക്കുന്നു. ബുദ്ധന്റെ ജീവിതകഥകളും മറ്റും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. 8-ാം നൂറ്റാണ്ടിലെ ജാവയിലെ സാധാരണ ജീവിതവും ഈ ചിത്രങ്ങളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പഠിക്കാൻ വരുന്നവർക്ക് ഇതൊരു പാഠപുസ്തകം പോലെയായിരുന്നു. മുകളിലെ തട്ടുകളിൽ ബെല്ലിന്റെ രൂപത്തിലുള്ള 72 സ്തൂപങ്ങളുണ്ട്. അവയ്ക്കുള്ളിൽ ബുദ്ധപ്രതിമകളും കാണാം. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായാണ് അവർ അടുക്കി വെച്ചിരിക്കുന്നത്. മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലമായതിനാൽ ക്ഷേത്രം നശിക്കാതിരിക്കാൻ അവർ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം പണിതിരുന്നു. വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ട പൈപ്പുകളും ചാലുകളും അവർ മറച്ചുവെച്ച് നിർമ്മിച്ചു. ഇല്ലെങ്കിൽ ഈ ക്ഷേത്രം 1000 വർഷം ഇന്നും ബാക്കി നിൽക്കില്ല. പിന്നീട് കാലക്രമേണ ഈ ക്ഷേത്രം ആരും ഉപയോഗിക്കാതെയായി. കാടും അഗ്നിപർവ്വത ചാരവും മൂടി ഇത് നൂറ്റാണ്ടുകളോളം ആരും കാണാതെ കിടന്നു.
19-ാം നൂറ്റാണ്ടിലാണ് ഇത് വീണ്ടും കണ്ടെത്തിയത്. പിന്നീട് യുനെസ്കോയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ അറ്റകുറ്റപ്പണികൾ നടത്തി. ഇന്നിതൊരു യുനെസ്കോ പൈതൃക കേന്ദ്രമാണ്. ഭൂകമ്പങ്ങളെയും അഗ്നിപർവ്വതങ്ങളെയും അതിജീവിച്ച് ഇതിന്നും നിൽക്കുന്നത് അന്നത്തെ നിർമ്മാണ വിധിയുടെ ഗുണമാണ്. പെട്ര, ജോർദാൻ. ജോർദാനിലെ പാറക്കെട്ടുകൾക്കിടയിലാണ് പെട്ര എന്ന പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത്. പാറയിൽ കുത്തിയെടുത്ത കെട്ടിടങ്ങൾക്കും വെള്ളം കൈകാര്യം ചെയ്യുന്ന വിദ്യയ്ക്കും ഈ നഗരം ലോക പ്രശസ്തമാണ്. ക്രിസ്തുവിനു മുമ്പ് 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി ഖസ്നെ അഥവാ ട്രഷറിയാണ്. ചുവന്ന പാറയിൽ കുത്തിയെടുത്ത ഇതിന് 39 മീറ്ററിലധികം ഉയരമുണ്ട്. എന്നാൽ ഇതുമാത്രമല്ല, പാറയിൽ കുത്തിയെടുത്ത 100 കണക്കിന് മറ്റ് കെട്ടിടങ്ങളും ശവകുടീരങ്ങളും ഒക്കെ അവിടെയുണ്ട്. മരുഭൂമിയിലാണെങ്കിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിക്കാൻ വേണ്ട വെള്ളം അവർ കൃത്യമായി എത്തിച്ചിരുന്നു. മഴവെള്ളം സംഭരിക്കാനും അത് കൃത്യമായി എത്തിക്കാനും വേണ്ട ചാലുകളും ഡാമുകളും അവർ പണിതിരുന്നു. വെള്ളം പോകുന്ന പൈപ്പുകൾക്ക് കേടുപാടുകൾ വരാതിരിക്കാൻ അവർ സെറാമിക് ഉപയോഗിച്ചിരുന്നു. സിക് എന്ന് വിളിക്കുന്ന 1 കിലോമീറ്ററോളം നീളമുള്ള ഇടുങ്ങിയ വഴിയിലൂടെയാണ് നഗരത്തിലേക്ക് കടക്കുന്നത്. ഈ വഴിയുടെ വശങ്ങളിലെ ചാലുകൾ വഴിയാണ് പണ്ട് നഗരത്തിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. നഗരത്തിനുള്ളിലെ വലിയ തൂണുകളും റോഡുകളും ഒക്കെ കാണുമ്പോൾ ഗ്രീക്ക്, റോമൻ, ഈജിപ്ഷ്യൻ സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പെട്ര ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും വലിയ ഒന്നാണ് മൊണാസ്ട്രി അഥവാ ആധേർ. കസ്നയേക്കാൾ വലിപ്പമുള്ള ഇത് ഒരു വലിയ പാറയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. 6000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു തിയേറ്ററും ഇവിടെയുണ്ട്. കല്ലുകൾ അടുക്കി വെച്ചല്ല, മറിച്ച് പാറയിൽ കൊത്തിയാണ് അവർ ഈ തിയേറ്റർ പണിതത്. സാധാരണക്കാരുടെ വീടുകളും 1000-ലധികം ശവകുടീരങ്ങളും അവിടെയുണ്ട്. ഓരോരുത്തരുടെയും സമ്പത്തിനനുസരിച്ച് ഈ ശവകുടീരങ്ങളുടെ ഭംഗിയും മാറുന്നു. ഇന്നിത് ലോകത്തെ അത്ഭുതങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. പണ്ടത്തെ ആളുകൾ പ്രകൃതിയെയും വ്യാപാരത്തെയും ഒക്കെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പെട്ര. ഇതിൻ്റെ വലിപ്പവും മിടുക്കും കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ദ ടെമ്പിൾ കോംപ്ലക്സ് ഓഫ് കാർനാക്, ഈജിപ്റ്റ്. പുരാതന നഗരമായ തീബ്സിൽ, അതായത് ഇന്നത്തെ ലെക്സറിലാണ് കാർനാക് സ്ഥിതി ചെയ്യുന്നത്. പുരാതന ലോകത്തെ ഏറ്റവും വലുതും സങ്കീർണവുമായ മതപരമായ നിർമ്മിതികളിൽ ഒന്നാണിത്. മറ്റു സ്മാരകങ്ങളെപ്പോലെ ഒരാഴ്ച തീർത്തതല്ല കാർനാക്. 2000 വർഷമെടുത്താണ് ഇത് ഇന്നത്തെ രൂപത്തിലായത്. മിഡിൽ കിങ്ഡം മുതൽ ടോളമി കാലഘട്ടം വരെയുള്ള ഫറവോമാർ ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഇത് ഒരൊറ്റ ക്ഷേത്രമല്ല, മറിച്ച് ഒരുപാട് ആരാധനാലയങ്ങളും സ്തൂപങ്ങളും ഒക്കെ ചേർന്ന ഒരു വലിയ പ്രദേശമാണ്. ഇതിൻ്റെ നടുവിലായി അമുൺ-റ എന്ന ദൈവത്തിൻ്റെ ക്ഷേത്രം കാണാം. ഇതിന് ചുറ്റുമായി മറ്റു ദൈവങ്ങൾക്കായുള്ള ആരാധനാലയങ്ങളുമുണ്ട്. ഓരോ രാജാക്കന്മാരും തങ്ങളുടെ അധികാരം കാണിക്കാനായി ക്ഷേത്രം വലുതാക്കിക്കൊണ്ടിരുന്നു. കാർനാക്കിലെ ഏറ്റവും വലിയ അത്ഭുതം ഹൈപ്പോസ്റ്റൈൽ ഹോൾ എന്നതാണ്. BCE 13-ാം നൂറ്റാണ്ടിൽ സെറ്റി ഒന്നാമനും റാംസസ് രണ്ടാമനും ചേർന്നാണ് ഇത് പണിതത്. ഏകദേശം 5000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ ഹോളിൽ 134 കൂറ്റൻ തൂണുകളുണ്ട്. നടുവിലുള്ള തൂണുകൾക്ക് 21 മീറ്റർ ഉയരവും 3.5 മീറ്റർ വണ്ണവുമുണ്ട്. ഈ ഹോൾ നിർമ്മിക്കാൻ വലിയ പ്ലാനിംഗ് ആവശ്യമായിരുന്നു. തൂണുകളിലും ഭിത്തികളിലും ചിത്രങ്ങളും എഴുത്തുകളും കൊത്തിവെച്ചിരുന്നു. കടുത്ത വെയിലിലും ഇവ മാഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേക രീതിയിലാണ് കുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു വലിയ പണി ഗ്രാനൈറ്റ് കൊണ്ടുള്ള വലിയ സ്തൂപങ്ങളാണ്. 20 മീറ്ററിലധികം ഉയരമുള്ള ഇവ അസ്വാനിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ദൂരം നൈൽ നദിയിലൂടെ കൊണ്ടുവന്നതാണ്. 300 ടണ്ണിലധികം ഭാരമുള്ള ഇവ എങ്ങനെയാണ് കുത്തനെ നിർത്തിയത് എന്നത് ഇന്നും വലിയൊരു ചർച്ചാ വിഷയമാണ്. നൈൽ നദിയിലെ വെള്ളപ്പൊക്കം ക്ഷേത്രത്തിൻ്റെ അടിത്തറയ്ക്ക് ഭീഷണിയായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അറ്റകുറ്റപ്പണികൾ വേണ്ടിയിരുന്നു. ഓരോ പുതിയ രാജാവും പഴയത് പൊളിച്ച് പുതിയവ പണിയുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാലഘട്ടങ്ങളിലെ നിർമ്മാണങ്ങൾ നമുക്ക് ഒരേ സ്ഥലത്ത് കാണാൻ സാധിക്കും. കാർനാക് വെറുമൊരു ക്ഷേത്രമായിരുന്നില്ല, മറിച്ച് രാജാക്കന്മാരുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു വേദിയുമായിരുന്നു. 10000-കണക്കിന് തൊഴിലാളികളും കലാകാരന്മാരും പതിറ്റാണ്ടുകളോളം കഷ്ടപ്പെട്ടാണ് ഈ അത്ഭുതം നിർമ്മിച്ചത്. ദ തിയോട്ടിഹുവാക്കൻ പിരമിഡ് കോംപ്ലക്സ്, മെക്സിക്കോ. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് 50 കിലോമീറ്റർ മാറി തിയോട്ടിഹുവാക്കൻ എന്ന പുരാതന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. പണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന ഈ നഗരം പുരാതന അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു. ഇവിടുത്തെ വലിയ പിരമിഡുകളും റോഡുകളും വീടുകളും ഒക്കെ കണ്ടാൽ അന്നത്തെ പ്ലാനിംഗ് എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. സൂര്യൻ്റെ പിരമിഡ്, ചന്ദ്രൻ്റെ പിരമിഡ്, കെറ്റ്സൽക്വാട്ടിൽ ക്ഷേത്രം എന്നിവയാണ് പ്രധാന നിർമ്മിതികൾ. ഇതിലേറ്റവും വലുത് സൂര്യൻ്റെ പിരമിഡാണ്. 65 മീറ്റർ ഉയരമുള്ള ഇതിൻ്റെ വശങ്ങൾക്ക് 225 മീറ്റർ നീളമുണ്ട്. കൃത്യമായ കണക്കുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ചന്ദ്രൻ്റെ പിരമിഡ് നഗരത്തിൻ്റെ വടക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 പിരമിഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആവന്യൂ ഓഫ് ദ ഡെഡ് എന്ന വലിയ റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശത്തുമായി ഒരുപാട് ക്ഷേത്രങ്ങളും വീടുകളും കാണാം. കെറ്റ്സൽക്വാട്ടിൽ ക്ഷേത്രത്തിലെ പാമ്പിൻ്റെ രൂപത്തിലുള്ള കൊത്തുപണികൾ പണ്ട് പല നിറങ്ങളിൽ തിളങ്ങിയിരുന്നു. മറ്റു പുരാതന നഗരങ്ങളെ അല്ല തിയോട്ടിഹുവാക്കൻ. ഇതൊരു ഗ്രിഡ് സിസ്റ്റം അനുസരിച്ചാണ് പ്ലാൻ ചെയ്തത്. റോഡുകൾ നേർരേഖയിൽ മുറിച്ചു കടക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കല്ലും മണ്ണും പാളികളായി അടുക്കി വെച്ച് അതിനു
മുകളിൽ സിമന്റ് പോലുള്ള മിശ്രിതം ഉപയോഗിച്ചാണ് പിരമിഡുകൾ പണിതത്. പണ്ടിവരെയെല്ലാം പല നിറങ്ങളിൽ പെയിന്റ് ചെയ്തിരുന്നു. 7-ാം നൂറ്റാണ്ടിലുണ്ടായ വലിയ തീപിടുത്തമോ ആഭ്യന്തര പ്രശ്നങ്ങളോ കാരണമാണ് ഈ നഗരം തകർന്നതെന്ന് പറയപ്പെടുന്നു. പിന്നീട് വന്ന ആസ്റ്റക് ജനത ഇവിടം ദൈവങ്ങളുടെ സ്ഥലമായാണ് കരുതിയിരുന്നത്. ഇന്നും ലോകത്തെ ഏറ്റവും സങ്കീർണമായ പുരാതന നിർമ്മിതികളിലൊന്നായി ഇത് നിലകൊള്ളുന്നു. ദ പാർഥനോൺ, ഗ്രീസ്. ഗ്രീസിലെ ആഥൻസിലുള്ള പാർഥനോൺ BCE 432 പണി പൂർത്തിയാക്കിയത്. പെരിക്ലിസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഇത് ഗണിതവും കലയും എഞ്ചിനീയറിംഗും ഒത്തുചേർന്ന ഒരു അത്ഭുതമാണ്. ആഥൻസിന്റെ സംരക്ഷക ദൈവമായ അഥീനയ്ക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അഥീനയുടെ ഒരു വലിയ സ്വർണ്ണ പ്രതിമ സൂക്ഷിക്കാനും ആഥൻസിന്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാനുമായിരുന്നു ഈ നിർമ്മിതി. കാണാൻ ലളിതമായി തോന്നുമെങ്കിലും ഇതിൻ്റെ നിർമ്മാണത്തിൽ വിചിത്രമായ പല വിദ്യകളും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷനുകൾ ഒഴിവാക്കാൻ ഇതിൻ്റെ തൂണുകളും തറയും നേർരേഖയിലല്ല പണിതിരിക്കുന്നത്. ഉദാഹരണത്തിന്, തറ മധ്യഭാഗത്തേക്ക് ചെറുതായി ഉയർന്നു നിൽക്കുന്നു. തൂണുകൾ നേരെ നിൽക്കുന്നതായി തോന്നാൻ അവ നടുഭാഗത്ത് ചെറുതായി തടിച്ചിട്ടാണ് പണിതത്. ഓരോ കല്ലും അളന്നു മുറിച്ചത് കൃത്യമായ കണക്കുകൾ ഉപയോഗിച്ചാണ്. ഇത് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് മനുഷ്യൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു ഗണിത അത്ഭുതം കൂടിയാണ്. ക്ഷേത്രത്തിനുള്ളിൽ പണ്ട് ഫിദിയാസ് നിർമ്മിച്ച 12 മീറ്റർ ഉയരമുള്ള അഥീനയുടെ വലിയ പ്രതിമയുണ്ടായിരുന്നു. ഇത് സ്വർണവും ആനക്കൊമ്പും കൊണ്ടാണ് നിർമ്മിച്ചത്. വെറും 15 വർഷം കൊണ്ടാണ് ഈ വലിയ പ്രോജക്റ്റ് അവർ പൂർത്തിയാക്കിയത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊരു പള്ളിയായുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 1687 വലിയൊരു സ്ഫോടനത്തിൽ ഇതിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഇന്നും പാർഥനോൺ ആഥൻസിലെ ഏറ്റവും വലിയ അടയാളമായി നിൽക്കുന്നു. സാങ്കേതിക തികവും സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേർന്ന ലോകത്തിലെ അപൂർവം നിർമ്മിതികളിൽ ഒന്നാണിത്. ദി അജന്ത കേവ്സ്, ഇന്ത്യ. മഹാരാഷ്ട്രയിലെ വാഘോര നദീക്കരയിൽ ഒരു കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള മലയിടുക്കിലാണ് അജന്ത ഗുഹകൾ ഉള്ളത്. BCE 2-ാം നൂറ്റാണ്ടിനും AD 6-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ച ഈ 30 ഗുഹകൾ പുരാതന നിർമ്മാണ വിദ്യയുടെ വലിയൊരു ഉദാഹരണമാണ്. 1819 ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കടുവയെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് വീണ്ടും കണ്ടെത്തിയത്. എന്നാൽ പണ്ടുകാലത്ത് ഇത് ഇന്ത്യയിലെ ബുദ്ധമത പഠനത്തിൻ്റെയും ആരാധനയുടെയും വലിയൊരു കേന്ദ്രമായിരുന്നു. ഇതിനെ സങ്കീർണമാക്കുന്ന ആദ്യത്തെ കാര്യം ആ പാറ കുത്തിയെടുത്ത രീതിയാണ്. കടുപ്പമേറിയ ബസോൾട്ട് പാറകളിൽ നിന്ന് വലിയ അളവിൽ കല്ലുകൾ നീക്കം ചെയ്താണ് ഈ ഹോളുകളും തൂണുകളും അവർ നിർമ്മിച്ചത്. സാധാരണ കെട്ടിടങ്ങൾ പണിയുന്നത് പോലെയല്ല ഇത്. ഇവിടെ തെറ്റുപറ്റാൻ ഒട്ടുമിടമില്ലായിരുന്നു. ഒരു തൂൺ മാറപ്പോയാലോ മേൽക്കുരയുടെ കട്ടി കുറഞ്ഞു പോയാലോ ഗുഹ തന്നെ തകർന്നു വീഴുമായിരുന്നു. ഇതൊഴിവാക്കാൻ എഞ്ചിനീയർമാർ കൃത്യമായ പ്ലാൻ അനുസരിച്ച് മലയുടെ മുകളിൽ നിന്ന് താഴേക്കാണ് കുത്തിത്തുടങ്ങിയത്. ഇവിടുത്തെ ആരാധനാ ഹോളുകൾ കാണാൻ വളരെ ഭംഗിയുള്ളവയാണ്. ഗുഹ 9, 10, 19, 26 എന്നിവയുടെ മുൻഭാഗം വളരെ മനോഹരമായി കുത്തിവച്ചിട്ടുണ്ട്. ഇതിലൂടെ വെളിച്ചം അകത്തേക്ക് വരാൻ വലിയ ജനലുകളുമുണ്ട്. ഓരോ ഹോളിൻ്റെയും അറ്റത്ത് ഭക്തിയുടെ പ്രതീകമായ ഒരു ചെറിയ സ്തൂപം കാണാം. ഉദാഹരണത്തിന് 26-ാം ഗുഹയ്ക്ക് 36 മീറ്റർ നീളമുണ്ട്. അവിടെ ബുദ്ധൻ്റെ പ്രതിമയുള്ള വലിയൊരു സ്തൂപവും കാണാം. കടുപ്പമുള്ള പാറയിൽ ഇത്രയും വലിയ ഹോളുകൾ പണിയാൻ ആയിരക്കണക്കിന് മണിക്കൂർ അധ്വാനം മാത്രമല്ല, ശബ്ദത്തെയും വെളിച്ചത്തെയും കുറിച്ചുള്ള നല്ല അറിവും അവർക്ക് വേണ്ടിയിരുന്നു. സന്യാസിമാർ താമസിച്ചിരുന്ന ഗുഹകൾ മറ്റൊരു രീതിയിൽ സങ്കീർണമാണ്. അവിടെ സന്യാസിമാർക്ക് കിടക്കാൻ കല്ലിൽ തന്നെ ബെഞ്ചുകൾ കുത്തിവച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കും താമസത്തിനുമായി ഗുഹകളെ മാറ്റിയ രീതി അതിശയിപ്പിക്കുന്നതാണ്. വായുസഞ്ചാരവും വെള്ളം പുറത്തേക്ക് കളയാനുള്ള വഴികളും അവർ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. മഴവെള്ളം ഗുഹയ്ക്കുള്ളിൽ കയറാതിരിക്കാൻ അവർ ചെറിയ ചാലുകൾ പണിതിരുന്നു. 1-ാം ഗുഹയിൽ താമരപ്പൂ പിടിച്ചു നിൽക്കുന്ന പത്മപാണിയുടെ പ്രശസ്തമായ ചിത്രമുണ്ട്. ബുദ്ധൻ്റെ ശാന്തമായ മുഖവും നിൽക്കുന്ന രീതിയും അന്നത്തെ കലാകാരന്മാരുടെ കഴിവിനെ കാണിക്കുന്നു. 17-ാം ഗുഹയിൽ ബുദ്ധൻ്റെ പഴയ കഥകൾ പറയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. പിൽക്കാലത്ത് നിർമ്മിച്ച ഗുഹകളിൽ വലിയ ബുദ്ധപ്രതിമകൾ ഗുഹയുടെ പിൻഭാഗത്തെ ഭിത്തിയിൽ തന്നെ കൊത്തിയെടുത്തതായി കാണാം. ഇതിനു ചുറ്റും ഒരുപാട് ശില്പങ്ങളും സംഗീതജ്ഞരുടെ രൂപങ്ങളും കാണാം. 19-ാം ഗുഹയുടെ മുൻഭാഗത്ത് പാമ്പിൻ്റെ രൂപത്തിലുള്ള നാഗങ്ങളുടെ പ്രതിമകൾ ബസോൾട്ട് പാറയിൽ കുത്തിവച്ചിരിക്കുന്നു. ഗുഹയുടെ മുകളിൽ ചാലുകൾ പണിതാണ് അവർ മഴവെള്ളം തിരിച്ചുവിട്ടത്. വെളിച്ചമകത്തേക്ക് വരാനും ചൂട് കുറയ്ക്കാനും അവർ പ്രകൃതിയെ നന്നായി ഉപയോഗിച്ചു. കലയും എഞ്ചിനീയറിംഗും പ്രകൃതിയും ഒരുപോലെ ഒത്തുചേർന്ന നിർമ്മിതിയാണിത്.
ഈ ചിത്രങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കാറ്റിലെ ഈർപ്പവും വെളിച്ചവും കാരണം ഇവ നശിക്കാതിരിക്കാൻ ഇപ്പോൾ വലിയ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വെറുമൊരു ഗുഹയല്ല, മറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും താമസിക്കാനും വേണ്ടി പണിത ഒരു വലിയ ലോകമാണ്. ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ, ഈജിപ്ത്. കൈറോയ്ക്കടുത്തുള്ള ഗിസ പീഠഭൂമിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ഖുഫുവിൻ്റെ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. BCE 2650 നിർമ്മിച്ച ഇത് ഏകദേശം 4000 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതിയായിരുന്നു. ആ പഴയ ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഇന്നും ബാക്കിയുള്ള ഏക നിർമ്മിതിയാണിത്. ഇന്നത്തെ സൗകര്യങ്ങൾ വെച്ച് നോക്കിയാൽ പോലും ഇത്തരമൊന്ന് പണിയുക പ്രയാസമാണ്. ഇരുമ്പുകൊണ്ടുള്ള പണിയായുധങ്ങളോ ചക്രമുള്ള വണ്ടികളോ ഇല്ലാത്ത കാലത്താണിത് നിർമ്മിച്ചത്. ഖുഫു രാജാവിൻ്റെ ശവകുടീരമായിട്ടാണിത് നിർമ്മിച്ചത്. ഇതിൻ്റെ അടിത്തറയ്ക്ക് മാത്രം 13 ഏക്കർ വിസ്തീർണമുണ്ട്. ഓരോ വശത്തിനും 230 മീറ്റർ നീളമുണ്ട്. ഏകദേശം 23 ലക്ഷം കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഓരോ കല്ലിനും ശരാശരി 2.5 ടൺ ഭാരമുണ്ട്. ചില വലിയ ഗ്രാനൈറ്റ് കല്ലുകൾക്ക് 80 ടൺ വരെ ഭാരമുണ്ട്. ഈ വലിയ കല്ലുകൾ എങ്ങനെ കൊണ്ടുവന്നു എന്നത് ഇന്നും ഒരു രഹസ്യമാണ്. പിരമിഡിൻ്റെ പുറംഭാഗം പണ്ട് വെളുത്ത തിളങ്ങുന്ന ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് മറച്ചിരുന്നത്. അതുകൊണ്ട് സൂര്യപ്രകാശത്തിൽ ഈ പിരമിഡ് വജ്രം പോലെ തിളങ്ങും. കിലോമീറ്ററുകൾക്കകലെ നിന്ന് തന്നെ ഇത് കാണാൻ സാധിക്കുമായിരുന്നു. പിരമിഡിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും അതിശയിപ്പിക്കുന്നതാണ്. സാധാരണ പിരമിഡുകളിൽ ഒരു മുറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ പല നിലകളിലായി പല മുറികളുണ്ട്. ഏറ്റവും താഴെ ഒരു മുറിയുണ്ട്. അതിനു മുകളിലായി രാജ്ഞിയുടെ മുറിയും ഏറ്റവും മുകളിൽ രാജാവിൻ്റെ മുറിയുമുണ്ട്. രാജാവിൻ്റെ മുറി മുഴുവൻ ചുവന്ന ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഈ മുറിക്ക് മുകളിലുള്ള ഓരോ ഗ്രാനൈറ്റ് പാളികൾക്കും 70 ടണ്ണോളം ഭാരമുണ്ട്. രാജാവിൻ്റെ മുറിയിലേക്ക് പോകാൻ ഗ്രാൻഡ് ഗാലറി എന്ന വലിയൊരു വഴിയുമുണ്ട്. പിരമിഡിൻ്റെ വശങ്ങൾ കൃത്യമായി കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ദിശകളിലാണ് നിൽക്കുന്നത്. അക്കാലത്ത് ഇത്ര കൃത്യമായ അളവുകൾ എങ്ങനെ എടുത്തു എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഇതിന് ചുറ്റുമായി തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും ഭക്ഷണശാലകളും ഉണ്ടായിരുന്നു. ഏകദേശം 20,000 മുതൽ 30,000 വരെ തൊഴിലാളികളാണ് ഇതിനായി കഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയ ചാലുകളും റാമ്പുകളും ഉപയോഗിച്ചാണ് ഈ കല്ലുകൾ മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാലം കടന്നുപോയപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം പിരമിഡിൻ്റെ പുറത്തെ തിളങ്ങുന്ന കല്ലുകൾ ഒലിച്ചുപോയി. ചിലത് ആളുകൾ മറ്റു കെട്ടിടങ്ങൾ പണിയാൻ കൊണ്ടുപോകുകയും ചെയ്തു. കണക്കും എഞ്ചിനീയറിംഗും നക്ഷത്രശാസ്ത്രവും ഒക്കെ ഒരുപോലെ ഒത്തുചേർന്ന നിർമ്മിതിയാണിത്. 4500 വർഷത്തിന് ശേഷവും ഇതിന്നും പ്രൗഢിയോടെ നിൽക്കുന്നു. മാച്ചു പിച്ചു, പെറു. സമുദ്രനിരപ്പിൽ നിന്ന് 2430 മീറ്റർ ഉയരത്തിൽ ആൻഡീസ് പർവ്വതനിരകൾക്ക് മുകളിലാണ് മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത്. ഇൻക സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ നഗരമാണിത്. 15-ാം നൂറ്റാണ്ടിൽ പണിത ഈ നഗരം 1911 ലോകം വീണ്ടും അറിയുന്നത്. ഇന്നിതൊരു യുനെസ്കോ പൈതൃക കേന്ദ്രമാണ്. 2 വലിയ മലകൾക്കിടയിലുള്ള കുത്തനെയുള്ള താഴ്വരയിലാണ് ഈ നഗരമുള്ളത്. ഭൂകമ്പങ്ങളും കനത്ത മഴയുമുള്ള ഈ പ്രദേശത്ത് 200-ലധികം കെട്ടിടങ്ങൾ പണിയുകയെന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. പ്രകൃതിയോട് പൊരുതുന്നതിനു പകരം അവർ അതിനോടിണങ്ങി ജീവിക്കുകയാണ് ചെയ്തത്. മാച്ചു പിച്ചുവിന് 2 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് താമസിക്കാനുള്ള സ്ഥലവും മറ്റൊന്ന് കൃഷി ചെയ്യാനുള്ള സ്ഥലവും. കൃഷിക്കായി മലഞ്ചെരുവുകളിൽ അവർ തട്ടുകളായി നിലങ്ങളൊരുക്കി. വെള്ളം കെട്ടിക്കിടന്ന് മണ്ണൊലിച്ചു പോകാതിരിക്കാൻ അവർ പ്രത്യേക രീതിയിലാണ് ഈ തട്ടുകൾ പണിതത്. ഇതിൽ സൂര്യക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ ജനാലകൾ സൂര്യൻ്റെ ചലനങ്ങൾക്കനുസരിച്ചാണ് പണിതിരിക്കുന്നത്. അതായത് ഇതൊരു നഗരം മാത്രമല്ല, മറിച്ച് വിശ്വാസവും ശാസ്ത്രവും ഒത്തുചേർന്ന ഒരിടമാണ്. ചക്രങ്ങളുള്ള വണ്ടികളോ മൃഗങ്ങളോ ഇല്ലാത്ത കാലത്ത് മനുഷ്യർ തന്നെയാണ് ഈ വലിയ കല്ലുകൾ മലമുകളിലേക്കെത്തിച്ചത്. രാജാവിന് വിശ്രമിക്കാനും ചടങ്ങുകൾ നടത്താനും വേണ്ടിയാണ് ഈ നഗരം പണിതതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പടയാളികൾ പെറു കീഴടക്കിയപ്പോൾ ഈ നഗരം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നൂറ്റാണ്ടുകളോളം ഇത് കാടിനുള്ളിൽ മറഞ്ഞുകിടന്നു. കല്ലുകൾ കൃത്യമായി വെട്ടിയെടുത്തതുകൊണ്ട് ഭൂകമ്പമുണ്ടായാൽ പോലും ഈ കെട്ടിടങ്ങൾ തകരില്ല. വെള്ളം കൃത്യമായി ഒഴുക്കിക്കളയാനുള്ള ചാലുകളും കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളുമൊക്കെ കണ്ടാൽ അക്കാലത്തെ ആളുകളുടെ എഞ്ചിനീയറിംഗ് മിടുക്ക് നമുക്ക് മനസ്സിലാവും. ഇന്നും ഈ നഗരം ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം, ഇന്ത്യ. മഹാരാഷ്ട്രയിലെ എല്ലോറയിലുള്ള ഗുഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായ ഒന്നാണ് കൈലാസനാഥ ക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നിൻ്റെ കാലത്താണ് ഇത് പണിതത്. ശിവഭഗവാനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ വലിയൊരു അത്ഭുതമാണ്.
സാധാരണ ക്ഷേത്രങ്ങൾ കല്ലുകൾ അടുക്കി വെച്ചാണ് പണിയാറുള്ളത്. എന്നാൽ ഇത് ഒരു വലിയ പാറമലയെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിപ്പണിതതാണ്. ഇതിനായി 2 ലക്ഷം ടൺ കല്ലാണ് അവിടെ നിന്ന് മാറ്റിയത്. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി വന്നതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റുകൾ പറ്റാൻ ഒട്ടുമിടമില്ലായിരുന്നു. ക്ഷേത്രത്തിൻ്റെ തൂണുകളും ഭിത്തികളുമെല്ലാം ആ ഒറ്റപ്പാറയിൽ തന്നെ കൊത്തിയെടുത്തതാണ്. ആനകൾ, സിംഹങ്ങൾ, പുരാണ കഥകളെല്ലാം വളരെ കൃത്യമായി ഈ പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രം പണിയുന്നതിന് മുൻപ് തന്നെ അതെങ്ങനെയിരിക്കുമെന്ന് മനസ്സിൽ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത്തരമൊരു അത്ഭുതം പണിയാൻ സാധിക്കൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒരേ പ്ലാൻ അനുസരിച്ച് വർഷങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഇത് നിർമ്മിച്ചത്. 1000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ ക്ഷേത്രം കേടുകൂടാതെ നിൽക്കുന്നു. പണ്ട് പല ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ലോകത്തിലെ തന്നെ വലിയ ഒറ്റക്കല്ല് നിർമ്മിതിയാണിത്. രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കഴിവിനും ഭക്തിക്കും തെളിവായി ഈ ക്ഷേത്രം ഇന്നും എല്ലോറയിൽ നിലകൊള്ളുന്നു. ഏതായാലും ഇതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ നിർമ്മിതി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതിൻ്റെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.